കേരളത്തിലെ പുനഃസംഘടനാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ നിർദ്ദേശം. ഭാഗിക പുനഃസംഘടനയാകും KPCCയിൽ ഉണ്ടാകുക. ഇത് സംബന്ധിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായി വിവരമുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. സലീം, KPCC അധ്യക്ഷൻ മാറും എന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നു. സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയോ? ഗുഡ് മോർണിംഗ്. KPCC അധ്യക്ഷനെ തൽക്കാലം മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ നിലവിലെ തീരുമാനം. ഇന്നലെ KPCC അധ്യക്ഷൻ കെ സുധാകരനും ഒപ്പം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം KPCC അധ്യക്ഷൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും തൽക്കാലം കെ സുധാകരനെ തിടുക്കപ്പെട്ട് മാറ്റേണ്ട എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം. അതിന് പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നിലവിലെ അധ്യക്ഷനെ മാറ്റുമ്പോൾ, പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു അധ്യക്ഷനെ മാറ്റുമ്പോൾ പകരം അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുണ്ടാകുന്ന തർക്കം, അതിനപ്പുറത്തേക്ക് ഒരു പുതിയ അധ്യക്ഷൻ വരികയും അതിന് വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഹൈക്കമാൻഡ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയും കെ സുധാകരനെ മാറ്റേണ്ട എന്നുള്ളതാണൊരു തീരുമാനം. അതിനൊപ്പം തന്നെ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ കെ സുധാകരന് നൽകിയിരിക്കുന്ന നിർദ്ദേശം സംസ്ഥാനത്തെ പുനഃസംഘടന വേഗത്തിലാക്കണം എന്നുള്ളതാണ്. അതൊരു പൂർണ്ണ പുനഃസംഘടന എന്ന അർത്ഥത്തിലല്ല, ഭാഗിക പുനഃസംഘടന എന്ന നിലയിൽ തീരെ പ്രവർത്തിക്കാത്ത KPCC ഭാരവാഹികളെയും DCC ഭാരവാഹികളെയും നീക്കം ചെയ്യാൻ KPCC അധ്യക്ഷന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില DCC അധ്യക്ഷന്മാർ ഈ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളോ അവശതകളോ ഒക്കെ കൊണ്ട് ഇനി തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ മാറ്റി പകരം DCC അധ്യക്ഷന്മാരെ വെക്കുക എന്നതുൾപ്പെടെയുള്ളതാണ്. 3-ലധികം DCCയിലെ അധ്യക്ഷന്മാർക്കാകും തൽക്കാലം മാറ്റം ഉണ്ടാവുക. അതിനുശേഷം ഒരു പൂർണ്ണ അഴിച്ചുപണി എന്ന നിലയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഫലം കൂടി വിലയിരുത്തിയ ശേഷം ഒരു സമ്പൂർണ്ണ അഴിച്ചുപണി എന്ന നിലയിലേക്ക് കടക്കാം എന്നുള്ളതാണ് KPCCയുടെ ഹൈക്കമാൻഡിൻ്റെ നിലവിലെ വിലയിരുത്തൽ. അതിനു മുൻപ് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഓരോ ഈ മണ്ഡലം തലങ്ങളിൽ തൊട്ട് തന്നെ ആ പ്രകടനത്തിൻ്റെ വിലയിരുത്തൽ നടത്തും. DCC തലത്തിലുമുള്ള വിലയിരുത്തലും എല്ലാം ചേർത്തുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനൊരു പട്ടിക നൽകുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SK